ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 41 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും ഒരുക്കത്തോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ശനിയാഴ്ച ദേഹശുദ്ധിയുടെ ദിവസമായിരിക്കണം. ദേഹശുദ്ധി എങ്ങനെ വരുത്താം, ശരീരശുദ്ധി എങ്ങനെ വരുത്താം, നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പരിശീലിച്ചു. ആദ്യം നമ്മൾ ക്രിയ ചെയ്തിട്ടാണ് നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിച്ചത്. ബാലസുത കുടിച്ച് വയറ് നമ്മൾ ശുദ്ധി ചെയ്തു. അതുപോലെ തന്നെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നെങ്കിൽ നിങ്ങൾ ബാലസുത കുടിച്ച് വയറ്റിൽ നിന്നൊക്കെ പല പ്രാവശ്യം പോയി വയറിൽ നിന്ന് ശുദ്ധി ചെയ്യുക. അതല്ലെങ്കിൽ രണ്ടാമതൊരു സാധ്യതയുള്ളത് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി. BP ഇല്ലാത്തവർ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ചെയ്യാൻ പാടില്ല, BP ഉള്ളവർ ചെയ്യാൻ പാടില്ല, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ ചെയ്യാൻ പാടില്ല ഈ പരിശീലനം. അല്ലാത്തവർക്കൊക്കെ ചെയ്യാം. ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നല്ല കല്ലുപ്പ്, ചെറിയ രീതിയിലെ കല്ലുപ്പ്, അതായത് നമ്മളിപ്പോൾ നാരങ്ങാ വെള്ളത്തിനകത്തൊക്കെ എന്തുമാത്രം ഉപ്പ് ഒഴിച്ച് കുടിക്കും ആ ഒരു രീതിയിൽ, കൂടുതലാവണ്ട അത്രയും ഉപ്പിൻ്റെ അംശം ചേർത്ത് ചെറിയ ചൂടുവെള്ളം ഒരു 5 ഗ്ലാസ് 6 ഗ്ലാസ് കുടിക്കുക. അതിനുശേഷം നല്ല സ്പീഡിൽ നടക്കുക കുറേ സമയം. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പുള്ള ചൂടുവെള്ളം കുടിക്കുക, വീണ്ടും നടക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വയറ്റിൽ നിന്ന് പോകാൻ തോന്നും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരികയില്ല. ഒരു 6-7 പ്രാവശ്യം നിങ്ങൾ വയറ്റിൽ നിന്ന് പോകും. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിരിക്കണം. അങ്ങനെ ചെയ്ത് ദേഹത്തെ നിങ്ങൾക്ക് ശരീരത്തെ ശുദ്ധി ചെയ്യാം. പല പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി, അപ്പോൾ നമ്മളെ വയറൊക്കെ ശാന്തമായി. അതിനുശേഷം നിങ്ങൾക്ക് ചൂട് കഞ്ഞിയോ എന്തെങ്കിലും കുടിച്ച് ശാന്തമാകാം. അങ്ങനെ ശനിയാഴ്ച നമ്മൾ ശരീരത്തെ ശുദ്ധി ചെയ്ത് ഒരുങ്ങി ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും നമ്മൾ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ ഗ്യാസൊക്കെ കുറവുള്ള സമയമാണല്ലോ. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ 100% നിങ്ങളുടെ പല രോഗങ്ങളും മാറിയിരിക്കും. അതായത് ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാത്രം കഴിക്കുന്നു. വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ സാധാരണ മല കയറാനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ കഞ്ഞിയും അച്ചാറും പയറും ഒക്കെ കാണും. അത് കഴിച്ചോട്ടെ, ആൾക്കാർ കഴിച്ചോട്ടെ. പക്ഷെ നമ്മൾ അത് കഴിക്കുന്നില്ല. നമ്മൾ അന്ന് വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നു. ബാക്കി ദിവസങ്ങളിലെല്ലാം പഴങ്ങൾ, പച്ചക്കറികൾ മാത്രം കഴിക്കുക. അപ്പം രാവിലെ നിങ്ങൾക്ക് ചെറുപയർ മുളപ്പിച്ച സാലഡ് കഴിക്കാം. അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പഴം കഴിക്കാം, കുക്കുംബർ ജ്യൂസ് കുടിക്കാം. വൈകുന്നേരം നിങ്ങൾക്ക് സാലഡ്, വെജിറ്റബിൾ സാലഡോ പഴങ്ങളോ ആവാം. അങ്ങനെ വേവിക്കാത്തതൊന്നും ഈ ഒരാഴ്ച കഴിക്കാതെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ജീവിതം 100% വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് വരും. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ പയ്യെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സ്കിൻ ഡിസീസ്, അലർജി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭക്ഷണ ക്രമീകരണത്തിലൂടെ മാറും. ഭക്ഷണ ക്രമീകരണം മാത്രം പോരാ, നമ്മൾ ചില ബ്രീത്തിങ്, ശ്വസന ക്രിയകൾ നമ്മൾ ചെയ്യുന്നു. അത് നാളെ മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നമ്മൾ ത്രിഫല ചൂർണവും കുടിക്കണം. വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ത്രിഫല ചൂർണം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ത്രിഫല ചൂർണം പൊടിയിട്ട് കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസ്റ്റർ ഒരു വലിയ അനുഭവമായിട്ട് മാറും. പെസഹ വ്യാഴം ഒരു അനുഭവമായിട്ട് മാറും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ തിരുക്രമങ്ങളൊക്കെ പങ്കെടുത്ത് വീണ്ടും വീട്ടിൽ വരുന്നു, ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ കഴിക്കുന്നു, ആഘോഷത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോകുന്നു. അത് അനുഭവമായിട്ട് മാറില്ല. നമുക്ക് വലിയ ആഴ്ച അനുഭവമാക്കി മാറ്റണം. ആ രീതിയിൽ നമുക്കൊന്ന് ക്രമപ്പെടുത്താം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉപ്പും പഞ്ചസാരയും എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പച്ചക്കറികളിലേക്ക്, പഴവർഗ്ഗങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ, അതും 3 നേരം ഇത് മാത്രം കഴിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനൊരു അവസരത്തിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ അവസരം മുതലെടുക്കുക, ആ അവസരം ഉപയോഗപ്പെടുത്തുക. 100% ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.